കുഞ്ഞുങ്ങളെ ചോദ്യം ഇതാണ്. രവി ദിവസവും 7/5/8 മണിക്കൂർ പഠിക്കുന്നു. അയാൾ പഠിക്കുന്ന ടോട്ടൽ ടൈമാണ്. പിന്നെ പറയുന്നു ശാസ്ത്രത്തിനും ഗണിതത്തിനും വേണ്ടി അയാൾ ആ സമയത്തിൻ്റെ 4/3/8 മാറ്റി വെക്കുന്നു. അങ്ങനെങ്കിൽ മറ്റു വിഷയങ്ങൾക്കായിട്ട് അയാൾ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണോ? ടോട്ടൽ ടൈം തന്നിട്ടുണ്ട്. ടോട്ടൽ ഇത്രയും സമയം പഠിക്കുന്നു, അതിൽ സയൻസിനും മാത്സിനും വേണ്ടി തന്നെ ഇത്രയും സമയം മാറ്റി വെക്കുന്നു. അങ്ങനെയെങ്കിൽ ബാലൻസ് എത്രയെന്ന റിമൈനിങ് ടൈം ആണല്ലോ മറ്റു വിഷയങ്ങൾക്കായിട്ട് മാറ്റി വെക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ടൈമിൽ നിന്ന് സയൻസിൻ്റെ മാത്സിൻ്റെ സമയം ഒന്ന് കുറച്ച് വെച്ചാൽ പോരെ. ടോട്ടൽ ടൈം എത്രയാ? 7/5/8 ആണ്. അതിൽ നിന്ന് എത്രയാണ് കുറയ്ക്കണ്ടേ? സയൻസിൻ്റെ മാത്സിൻ്റെ സമയമായ 4/3/8 കുറച്ചാൽ നമുക്ക് മറ്റു വിഷയങ്ങൾക്കായിട്ട് എത്ര സമയം മാറ്റി വെക്കുന്നു എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആണോ? കുറച്ചോട്ടെ, ഇവരൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിക്കോട്ടെ. 7/5/8 എന്ന് വെച്ചാൽ എൻ്റെ കുട്ടികൾക്കറിയാം അത് 7 + 5/8 ആണ്. മൈനസ്, അപ്പോൾ അടുത്ത ആളെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 4 + 3/8 ആണ് ഈ 4/3/8 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? മൈനസിനെ അകത്തോട്ട് ഒന്ന് കൊണ്ടുവന്നേ. അപ്പോൾ 7 + 5/8 മൈനസ് അകത്തോട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കയറുമ്പം -4 - 3/8 എന്നാവും. ഓക്കെ, ഇനി സംഖ്യകൾ ഒന്നിച്ച് എഴുതി കഴിഞ്ഞാൽ 7 - 4 പ്ലസ് ഫ്രാക്ഷൻസ് ഒന്ന് അടുത്ത് അറേഞ്ച് ചെയ്തേ 5/8 - 3/8. 7 നിന്ന് 4 പോയാൽ 3 ആണ്. 3 പ്ലസ് 5/8 നിന്ന് 3/8 പോയാൽ ഛേദങ്ങൾ തുല്യമാണ്. അപ്പോൾ അംശങ്ങൾ തമ്മിൽ അങ്ങ് കുറച്ച് എഴുതിയാൽ മതിയല്ലോ. 5 നിന്ന് 3 പോയാൽ 2 ആണ്. 2/8 എന്ന് കിട്ടും. ഈ 2നെ 8നെ എൻ്റെ കുട്ടികൾക്ക് വെട്ടിക്കളയാവുന്നതേ ഉള്ളൂ. 2നെ 8നെ 1/4 എന്ന് കിട്ടും അല്ലേ? 2 × 4 അല്ലേ 8. അപ്പോൾ നമുക്ക് കൺഫേം ചെയ്യാം. ബാക്കി വിഷയങ്ങൾക്കായിട്ട് അയാൾ മാറ്റി വെക്കുന്ന സമയം എത്ര എന്ന് ചോദിച്ചാൽ 3/1/4 മണിക്കൂറാണ്. 3.25 മണിക്കൂറാണ് മറ്റു വിഷയങ്ങൾ പഠിക്കാനായിട്ട് അയാൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ശരി, താങ്ക്